ഇസ്രായേൽ ആക്രമണത്തിൽ ഖത്തറിന് അചഞ്ചല പിന്തുണയുമായി ഒമാൻ മന്ത്രിസഭാ കൗൺസിൽ. സലാലയിലെ അൽ മാമൂറ കൊട്ടാരത്തിൽ നടന്ന മന്ത്രിമാരുടെ യോഗത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അധ്യക്ഷത വഹിച്ചു. ദോഹയിൽ നടന്ന അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ ഫലങ്ങളെയും അംഗീകരിച്ച പ്രമേയങ്ങളെയും മന്ത്രിമാർ പ്രശംസിച്ചു. സലാലയിലെ അൽമാമുറ കൊട്ടാരത്തിലായിരുന്നു സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ അധ്യക്ഷതയിൽ മന്ത്രിസഭാ കൗൺസിൽ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഒമാന്റെ സ്ഥിരമായ നയം യോഗത്തിൽ ആവർത്തിച്ചു. ദോഹയിൽ നടന്ന അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ ഫലങ്ങളെയും അംഗീകരിച്ച പ്രമേയങ്ങളെയും മന്ത്രിമാർ പ്രശംസിച്ചു. ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണം ദേശീയ പരമാധികാരവും സ്ഥാപിതമായ അന്താരാഷ്ട്ര നിയമങ്ങളും മാനദണ്ഡങ്ങളും ലംഘിക്കുന്നതാണ്. ഖത്തർ സ്വീകരിച്ച എല്ലാ നടപടികളെയും അംഗീകരിക്കുകയാണെന്നും കൗൺസിൽ പറഞ്ഞു. ഗസയിലെ തുടർച്ചയായ ആക്രമണത്തെയും കൗൺസിൽ അപലപിച്ചു. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്ന ഉൾപ്പെടെ സമാധാനം കൈവരിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും ഇത്തരം പ്രവൃത്തികൾ ദുർബലപ്പെടുത്തുമെന്നും മന്ത്രിസഭാ കൗൺസിൽ പറഞ്ഞു. അതേസമയം നിരവധി വികസന പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ചയായി. മീഡിയ 1 മസ്കത്ത്. ജോർദാൻ സന്ദർശിച്ച ഖത്തർ അമീർ ഇന്ന് രാവിലെ അമാനിലെത്തിയ അദ്ദേഹം വൈകിട്ട് രാജ്യത്ത് തിരികെ എത്തി. ജോർദാൻ രാജാവുമായി അമീർ കൂടിക്കാഴ്ച നടത്തി. ഗസയടക്കമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ജോർദാൻ സന്ദർശനം. ഇന്ന് രാവിലെ അമ്മാനിലെത്തിയ അദ്ദേഹം ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ഇരുവരും ചർച്ച ചെയ്തു. ഫലസ്തീൻ അടക്കമുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ചയായി. കിരീടാവകാശി ഹുസൈൻ അബ്ദുള്ളയും മുതിർന്ന നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു. ജോർദാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് അൽ ഹുസൈൻ അലി അബ്ദുള്ള രാജാവ് ഖത്തർ അമീറിന് സമ്മാനിച്ചു. ബസ്മാൻ കൊട്ടാരത്തിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പുരസ്കാരം കൈമാറിയത്. ഖത്തറിന്റെ പരമാധികാരത്തിന് ജോർദാൻ സമ്പൂർണ്ണ പിന്തുണ അറിയിച്ചു. പ്രാദേശിക അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും സമാധാനത്തിനും ഖത്തർ നടത്തുന്ന ശ്രമങ്ങളെ ജോർദാൻ രാജാവ് അഭിനന്ദിച്ചു. സെപ്റ്റംബർ 9 ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഖത്തർ അമീറിന്റെ ആദ്യ വിദേശ സന്ദർശനമാണ് ജോർദാനിലേത്. ദോഹയിൽ കഴിഞ്ഞ ദിവസം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും അമീർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. US-ഉമായുള്ള പുതിയ പ്രതിരോധ കരാറായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. മീഡിയ 1 ദോഹ. ഇന്ത്യൻ അംബാസഡർ സഞ്ജയ് സുധീറിന് UAE-യുടെ ബഹുമതി. രാജ്യത്തിന്റെ ഉന്നത ബഹുമതികളിലൊന്നായ ഓർഡർ ഓഫ് സയ്യിദ് സെക്കൻഡ് ഫസ്റ്റ് ക്ലാസ് നൽകിയാണ് UAE അദ്ദേഹത്തെ ആദരിച്ചത്. ഇന്ത്യയും UAE-യും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ നൽകിയ സംഭാവനകൾ മാനിച്ചാണ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ഏർപ്പെടുത്തിയ ബഹുമതിക്ക് അംബാസഡർ അർഹനായത്. വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് ബഹുമതി കൈമാറി. ദുബായിൽ ഇനി മുതൽ തീയണയ്ക്കാനും AI റോബോട്ട് രംഗത്തിറങ്ങും. എക്സ്പ്ലോറർ എന്ന 4 കാലുള്ള റോബോട്ടാണ് ഇതിനായി ഉപയോഗിക്കുക. തീപിടുത്തമുണ്ടായാൽ പുകപടലങ്ങളിലൂടെ സ്വയം നടന്നു നീങ്ങാൻ കഴിവുള്ള റോബോട്ടാണ് എക്സ്പ്ലോറർ. അതോടൊപ്പം തീപിടിച്ച കെട്ടിടത്തിന്റെ 3D മാപ്പ് നിർമ്മിച്ചെടുക്കാനും ഈ റോബോട്ടിന് സാധിക്കും. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ദുബായ് സിവിൽ ഡിഫൻസ് ആസ്ഥാനം സന്ദർശിച്ച് ഈ റോബോട്ടിന്റെ പ്രവർത്തനം വിലയിരുത്തി. 400 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള റോബോട്ട് കൈ, ഉയർന്ന കെട്ടിടങ്ങളിലെ തീയണക്കാൻ സഹായിക്കുന്ന ഷഹീൻ എന്ന റോബോട്ട് എന്നിവയും ഷെയ്ഖ് ഹംദാൻ വിലയിരുത്തി. സിവിൽ ഡിഫൻസിന്റെ പുതിയ സാങ്കേതിക വിദ്യകൾ ദുബൈയെ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി മാറ്റുന്നുണ്ടെന്ന് ഷെയ്ഖ് ഹംദാൻ വിലയിരുത്തി. മീഡിയ 1 ദുബായ്. നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി. ഇത്തരം കാര്യങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് മുനിസിപ്പാലിറ്റി താമസക്കാരോടും കരാറുകാരോടും അഭ്യർത്ഥിച്ചു. ഇത് ഗതാഗതത്തെ തടസ്സപ്പെടുത്തുകയും നഗരത്തിന്റെ ഭംഗിക്ക് ദോഷം വരുത്തുകയും താമസക്കാർക്ക് അസൗകര്യമുണ്ടാക്കുകയും ചെയ്യുമെന്ന് മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. റെക്കോർഡുകൾ ഭേദിച്ച വേനലിനോട് വിട പറയാനൊരുങ്ങി UAE. ഔദ്യോഗികമായി വേനൽ അവസാനിച്ച് ശരത്കാലം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. പൂർണ്ണമായ തണുപ്പിലേക്കെത്താൻ ഡിസംബർ വരെ കാത്തിരിക്കേണ്ടി വരും. അതിരൂക്ഷവും റെക്കോർഡ് ഭേദിക്കുന്നതുമായ ഈ വർഷത്തെ വേനലാണ് സെപ്റ്റംബർ 22 ഔദ്യോഗികമായി അവസാനിക്കുക. അന്ന് രാത്രി 10:20 ശരത്കാലം ആരംഭിക്കും. പിന്നീട് അങ്ങോട്ട് പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം ഏതാണ്ട് തുല്യമായിരിക്കും. തുടക്കത്തിൽ ശരാശരി താപനില പകൽ സമയത്ത് 37 ഡിഗ്രി സെൽഷ്യസും രാത്രിയിൽ 23 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. ഡിസംബർ അവസാനത്തോടെ ശരത്കാലം അവസാനിച്ച് ശൈത്യകാലം ആരംഭിക്കും. അപ്പോഴേക്കും ശരാശരി ഉയർന്ന താപനില 26 ഡിഗ്രി സെൽഷ്യസും താഴ്ന്ന താപനില 14 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും കടുത്ത ചൂടിലൂടെയാണ് രാജ്യം കടന്നുപോയത്. ഓഗസ്റ്റ് 1 UAE-ലെ അല്ലൈനിൽ
51.8 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 9 വർഷത്തിനിടയിലെ ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും ഉയർന്ന താപനിലയാണിത്. എന്നാൽ വേനൽ ഔദ്യോഗികമായി അവസാനിച്ച് ശരത്കാലം ആരംഭിക്കുമെങ്കിലും ചൂട് പൂർണ്ണമായി മാറി തണുപ്പിലേക്കെത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. മീഡിയ 1 ദുബായ്. ബഹ്റൈനിൽ നിയമലംഘനങ്ങൾ പരിഹരിക്കാൻ കമ്പനികൾക്ക് കൂടുതൽ സമയം അനുവദിക്കുന്നതിനുള്ള പുതിയ നിർദ്ദേശവുമായി പാർലമെന്റ് അംഗങ്ങൾ. ഇതുവഴി നിയമലംഘനം കണ്ടെത്തിയാൽ ഉടൻ തന്നെ കമ്പനികൾക്കുള്ള തൊഴിൽ സേവനങ്ങൾ നിർത്തിവെക്കാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 10 ദിവസത്തെ ഗ്രേസ് പീരീഡ് നൽകാൻ കഴിയും. നിർദ്ദേശമനുസരിച്ച് ഒരു സ്ഥാപനത്തിന് നിയമലംഘനം സംബന്ധിച്ച് നോട്ടീസ് ലഭിച്ചാൽ 10 ദിവസത്തിനുള്ളിൽ അത് പരിഹരിക്കണം. ഈ സമയപരിധിക്കുള്ളിൽ നടപടിയെടുത്തില്ലെങ്കിൽ മാത്രമേ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കൂ. ഒമാന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ശരാശരിയേക്കാൾ ഉയർന്ന താപനില അനുഭവപ്പെടുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നവംബറിൽ സുൽത്താനേറ്റിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നും പ്രവചനമുണ്ട്. ഒമാന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ശരാശരിയേക്കാൾ ഉയർന്ന താപനില പ്രതീക്ഷിക്കപ്പെടുന്നുവെന്നാണ് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. തെക്കൻ, തെക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ താപനില കുറവുമായിരിക്കുമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സുൽത്താനിന്റെ കിഴക്കൻ തീരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ഒക്ടോബറിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നവംബറിൽ ഒമാനിലുടനീളം ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നും കരുതുന്നുണ്ട്. അതേസമയം ഒമാനിൽ ഇപ്പോഴും താപനിലയിൽ പ്രകടമായ മാറ്റം വന്നിട്ടില്ല. ഭൂരിഭാഗം പ്രദേശങ്ങളിലും 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് അനുഭവപ്പെടുന്നത്. ഉൾപ്രദേശങ്ങളിൽ വേനൽ മഴ ലഭിച്ചിരുന്നു. എന്നാൽ തലസ്ഥാന നഗരിയെ ഇപ്പോഴും വേനൽ മഴ കനിഞ്ഞിട്ടില്ല. ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മീഡിയ 1 മസ്കത്ത്. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വീക കുവൈറ്റ് അമീരി ദിവാൻ കാര്യമന്ത്രി ഷെയ്ഖ് ഹമദ് ജാവർ അലി അസബാഹുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ അംബാസിഡറുടെ കുവൈറ്റിലെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നായിരുന്നു കൂടിക്കാഴ്ച. കുവൈറ്റിൽ സേവനമനുഷ്ഠിച്ച കാലത്ത് ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള അടുത്ത ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഡോക്ടർ ആദർശ് സ്വീക നൽകിയ മികച്ച സംഭാവനകളെ മന്ത്രി പ്രശംസിച്ചു. സൗദിയിൽ അടിയന്തര ചികിത്സാ വിഭാഗത്തിലെ കാര്യക്ഷമത വർദ്ധിച്ചതായി കണക്കുകൾ. 91% വർധന. അടിയന്തര സർജറി എളുപ്പത്തിൽ ലഭ്യമാകുന്നുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റേതാണ് കണക്ക്. കഴിഞ്ഞ വർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് കണക്ക്. സൗദിയിൽ അടിയന്തര ചികിത്സാ വിഭാഗത്തിലെ കാര്യക്ഷമത 91% വർദ്ധിച്ചു. പെട്ടെന്നുള്ള ശസ്ത്രക്രിയകൾക്കായുള്ള സമയദൈർഘ്യം 60% കുറഞ്ഞതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റേതാണ് കണക്ക്. അടിയന്തര വിഭാഗത്തിലെ 91% പേർക്കും 4 മണിക്കൂറിനുള്ളിൽ ചികിത്സ ലഭിച്ചു. ശസ്ത്രക്രിയക്കായുള്ള കാത്തിരിപ്പ് സമയം ശരാശരി 21 ദിവസമായി ചുരുക്കാനും കഴിഞ്ഞു. 2022 ഇത് 53 ദിവസങ്ങളായിരുന്നു. സേവന ഗുണമേന്മ, കാര്യക്ഷമത, രോഗികളുടെ സംതൃപ്തി എന്നിവയിൽ വലിയ പുരോഗതി രേഖപ്പെടുത്തിയതായും കണക്കുകൾ പറയുന്നു. 2017 ശരാശരി 5.5 ദിവസമായ ആശുപത്രിവാസം 2024 4 ദിവസമായി കുറഞ്ഞു. 27% മെച്ചപ്പെട്ടുവെന്നാണ് കണക്ക്. മുലപ്പാൽ നൽകുന്നവരുടെ എണ്ണത്തിൽ 23% വർധനവുണ്ടായെന്നും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിലെ പുരോഗതി പ്രതിഫലിപ്പിക്കുന്നതാണ് പുതിയ കണക്കുകൾ. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൈനിക യൂണിഫോമുകളുടെ മാതൃകയിലുള്ള വസ്ത്രങ്ങൾ വിൽപ്പന നടത്തുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഇത്തരം വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കാനും പാടില്ല. നിയമം ലംഘിക്കുന്നവർക്കെതിരെ 50 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ചുമത്തും. കുറ്റം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകും. സൈനിക വസ്ത്രങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനും പൊതുസമാധാനം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് നടപടിയെന്നും CPA പറഞ്ഞു. വാഹനം ഓടിക്കുമ്പോൾ റോഡ് ലൈൻ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ കർശന നടപടിയെന്ന മുന്നറിയിപ്പുമായി അജ്മാൻ പോലീസ്. നിയമലംഘനങ്ങളുടെ വീഡിയോ ഉൾപ്പെടെ പങ്കുവച്ചാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. സിഗ്നലുകളിലൂടെ കടന്നു പോകുമ്പോൾ റോഡ് സൈനുകൾ നോക്കി വേണം ലൈനുകൾ മാറ്റാൻ. ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ച് മറ്റ് വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ മറക്കരുതെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. ഖത്തറിൽ സൗരോർജ്ജ പ്ലാന്റ് നിർമ്മിക്കാൻ സാംസങ് കമ്പനിയുമായി കരാർ ഒപ്പുവെച്ച ഖത്തർ എനർജി 2 ഘട്ടങ്ങളിലായാണ് ദുഖാൻ സോളാർ പവർ പ്ലാന്റ് വികസിപ്പിക്കുക. 2028 അവസാനത്തോടെ കഹ്റാമ ഗ്രിഡിലേക്ക് 1000 മെഗാവാട്ട് വൈദ്യുതി അയച്ച് ദുഖാൻ സോളാർ പ്ലാന്റ് ഉൽപാദനത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കും. 2029 മധ്യത്തോടെ മൊത്തം വൈദ്യുതി ഉൽപാദന ശേഷി 2000 മെഗാവാട്ടായി ഉയരും.
ജിദ്ദ വിമാനത്താവളത്തിൽ വിപുലമായ സൗകര്യങ്ങളോടെ ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ലോകോത്തര തദ്ദേശീയ ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരങ്ങൾ സ്റ്റോറുകളിൽ ലഭ്യമാണ്. ഇതോടെ സൗദി വിമാനത്താവളങ്ങളിൽ ഏറ്റവും വലിയ ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റായി ജിദ്ദയിലേത് മാറി. ജിദ്ദ എയർപോർട്ട് കമ്പനി അന്താരാഷ്ട്ര പ്രാദേശിക പങ്കാളികളുമായി ചേർന്നാണ് പുതിയ ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റ് തുറന്നത്. 8000 ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് വിശാലമായ വിപണന കേന്ദ്രം. രാജ്യത്തെ വിമാനത്താവളങ്ങളിലെ ഏറ്റവും വലിയ ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റാണ് ജിദ്ദയിലേത്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ചോക്ലേറ്റുകൾ, ആഭരണങ്ങൾ തുടങ്ങി 500ഓളം പ്രാദേശിക അന്തർദേശീയ ബ്രാൻഡുകളുടെ ശേഖരം സ്റ്റോറുകളിൽ ലഭ്യമാണ്. ഈന്തപ്പഴം, നട്ട്സ്, മുസല്ല, സുവനീറുകൾ, പെർഫ്യൂം തുടങ്ങിയ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഷോറൂമുകളുണ്ട്. മെമ്മറീസ് ഓഫ് ജിദ്ദ എന്ന പേരിൽ ഇന്ററാക്റ്റീവ് ഗെയിമുകളും ഫോട്ടോ എടുക്കുന്നതിനുള്ള പ്രത്യേക കോർണറും സ്റ്റോറിൽ ഒരുക്കിയിട്ടുണ്ട്. ആധുനിക സൗകര്യങ്ങളുള്ള ഹോട്ടലുകൾക്ക് സമാനമാണ് മാർക്കറ്റ്. ഹോസ്പിറ്റാലിറ്റി, വിനോദ മേഖലകൾ ലക്ഷ്യം വെച്ചുള്ളതാണ് പുതിയ പദ്ധതി. മീഡിയ 1, ജിദ്ദ. കുവൈറ്റിലേക്ക് കാലിത്തീറ്റയ്ക്കിടയിൽ ഒളിപ്പിച്ച് കഞ്ചാവ് കടത്താനുള്ള നീക്കം കസ്റ്റംസ് പരാജയപ്പെടുത്തി. അന്വേഷണത്തിൽ വലിയ അളവിൽ കഞ്ചാവ് കണ്ടെത്തിയതായും കപ്പൽ പിടിച്ചെടുത്തതായും കസ്റ്റംസ് അറിയിച്ചു. 60 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചതായും കസ്റ്റംസ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കുവൈറ്റിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ബംഗ്ലാദേശി തൊഴിലാളികൾ പിടിയിൽ. കോസ്റ്റ് ഗാർഡ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷനിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥന്റെ ഉടമസ്ഥതയിലുള്ള ക്യാമ്പിൽ നിന്നാണ് 12 പേരെ അറസ്റ്റ് ചെയ്തത്. അനധികൃത മത്സ്യബന്ധന കേന്ദ്രമായി ക്യാമ്പ് ഉപയോഗിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. 20 മത്സ്യബന്ധന ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. നിയമലംഘനം നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും ക്യാമ്പ് ഉടൻ പൊളിച്ചുമാറ്റുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തർ ആതിഥേയത്വം വഹിക്കുന്ന അണ്ടർ 17 ഗൾഫ് കപ്പിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. 10 റിയാൽ മുതലാണ് നിരക്ക്. ഓൺലൈൻ വഴി മാത്രമേ ടിക്കറ്റ് വാങ്ങാനാകൂ. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 3 വരെയാണ് ടൂർണമെന്റ്. അറബ് ഗൾഫ് കപ്പ് ഫുട്ബോൾ ഫെഡറേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഖരീഫ് കഴിഞ്ഞാലും സന്ദർശകർ എത്തുന്ന ഇടമാണ് സലാലയിലെ സീഖ്. പച്ചപുതച്ച മലനിരകളിൽ കോടയും തണുത്ത കാറ്റും നേരിയ മഴയും. ഈ കാഴ്ചകൾ കണ്ണും മനസ്സും നിറയ്ക്കും. ഖരീഫ് കാലത്ത് കുടുംബവുമായി മല കയറുന്നവരെ കൂടുതലായി കാണാം. ഖരീഫിനെത്തുന്നവർ ഒന്നും മല കയറും. അവിടെ കാത്തിരിക്കുന്നത് ഒരു അത്ഭുതമാണ്. പരന്നു കിടക്കുന്ന പച്ചപ്പ്, വീശിയടിക്കുന്ന തണുത്ത കാറ്റ്, ഇടയ്ക്ക് കോട വന്ന് മൂടും, അടുത്തു നിൽക്കുന്നവരെ പോലും കാണാനാവാതെ. മറ്റൊരു ലോകത്തെത്തിയ പ്രതീതിയാണ് സീക്ക് നൽകുക. ഷഹനോത്ത് വഴി സീക്കിലേക്കുള്ള യാത്ര തന്നെ വല്ലാത്തൊരു വൈബാണ്. മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്നത് പോലെ. വന്യമൃഗങ്ങൾ ഇല്ലെന്ന് മാത്രം. മലമുകളിലെ കാഴ്ചയും തണുത്ത കാറ്റും കോടയും നേരിയ മഴയും കണ്ണിനും മനസ്സിനും വലിയ അനുഭൂതിയാണ് നൽകുക. കനത്ത ചൂടിൽ നിന്ന് വരുന്ന സഞ്ചാരികൾ ഏറിയ സമയവും ഇവിടുത്തെ മലനിരകളിലാണ് ചെലവഴിക്കുക. ദിവസം മുഴുവൻ തമ്പടിച്ച് ഇവിടെ കൂടുന്നവരെയും കാണാം. കുടുംബങ്ങൾ ഉച്ചഭക്ഷണവുമായി വന്ന് തമ്പടിച്ച് അതൊക്കെ കഴിച്ച് വൈകിട്ടോടെയാണ് താഴെ നഗരത്തിലേക്ക് ഇറങ്ങുക. തണുപ്പുള്ള കാലാവസ്ഥയായതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ സീക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടമായി മാറുന്നുണ്ട്. മീഡിയ 1, സലാല. ദമാം ഗോൾഡൻ ഫിറ്റ്നസ് ജിം കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിഭവസമൃദ്ധമായ സദ്യയും വ്യത്യസ്ത കലാകായിക മത്സരങ്ങളും നടത്തി. ബുട്ടോക്കാൻ കരാട്ടെ മാസ്റ്റർ നിഷാദ് നിലമ്പൂർ, ജിം ട്രെയിനർ സയ്യിദ് സലീം, സജീർ വഹാബ് എന്നിവർ പങ്കെടുത്തു. കേരള സർക്കാരിന്റെ നോർക്ക പ്രവാസി ക്ഷേമ പദ്ധതികളും നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസും വിഷയമാക്കി ഫിറാഖ് കുവൈറ്റ് വെബിനാർ സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 20 ശനിയാഴ്ച രാത്രി 7 മണിക്ക് സൂം പ്ലാറ്റ്ഫോമിലാണ് പരിപാടി. നോർക്ക സിഇഒ അജിത് കൊളശ്ശേരി വിഷയാവതരണം നടത്തും. പുതിയ ക്ഷേമ പദ്ധതികളും ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ചും സെമിനാറിൽ വിശദമായി സംസാരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സൗദി KMCC നേതാവായിരുന്ന അന്തരിച്ച സി ഹാഷിം ഓർമ്മ പുസ്തകം യാ ഹബീബിയുടെ സൗദിതല പ്രകാശനം സംഘടിപ്പിക്കുന്നു. മുസ്ലിം ലീഗ് നേതാവും MP യുമായ ET മുഹമ്മദ് ബഷീർ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കും.
സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസികളുടെ 4 പതിറ്റാണ്ട് കാലത്തെ സാമൂഹിക സാംസ്കാരിക ചരിത്രവും വളർച്ചയും ചർച്ച ചെയ്യുന്ന പുസ്തകം കൂടിയാണ് യാ ഹബീബി എന്ന് സംഘാടകർ പറഞ്ഞു. സൗദി കിഴക്കൻ പ്രവിശ്യ KMCC തയ്യാറാക്കിയ എഞ്ചിനീയർ സി ഹാഷിം ഓർമ്മ പുസ്തകം യാ ഹബീബിയുടെ സൗദി തല പ്രകാശനം സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച രാത്രി ദമാം ഫൈസലിയയിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചടങ്ങ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറിയും MP-യുമായ ET മുഹമ്മദ് ബഷീർ മുഖ്യ അതിഥിയാകും. ഇറാം ഹോൾഡിംഗ് CMD ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ്, CP സൈദലവി എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും. സൗദി KMCC സ്ഥാപക നേതാക്കളിൽ ഒരാളായ സി ഹാഷിമിനെ കുറിച്ച് 150-ലധികം വ്യക്തിത്വങ്ങൾ എഴുതിയ അനുസ്മരണ ലേഖനങ്ങളുടെ സമാഹാരമാണ് പുസ്തകം. ഓർമ്മക്കുറിപ്പിനപ്പുറം സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസി സമൂഹത്തിന്റെ 4 പതിറ്റാണ്ട് കാലത്തെ ചരിത്രവും വളർച്ചയും വിവരിക്കുന്ന കൃതി കൂടിയാണ് യാ ഹബീബി എന്ന് സംഘാടകർ പറഞ്ഞു. ഭാരവാഹികളായ മുഹമ്മദ് കുട്ടി കോഡൂർ, ആലിക്കുട്ടി ഒളവട്ടൂർ, സിദ്ദീഖ് പാണ്ടികശാല, മാലിക് മക്ബൂൽ, റഹ്മാൻ കാര്യാട്, OP ഹബീബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദമ്മാം. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ ICRF ബഹ്റാനിൽ തേഴ്സ്റ്റ് ക്വഞ്ചേഴ്സ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച വാർഷിക വേനൽക്കാല അവബോധ ക്യാമ്പയിൻ അവസാനിച്ചു. സമാപന പരിപാടിയിൽ 480-ലധികം തൊഴിലാളികൾ പങ്കെടുത്തു. ആഭ്യന്തര മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം, LMRA എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടികൾ. ICRF ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസ് വേനൽക്കാലത്ത് സ്വീകരിക്കേണ്ട ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് സംസാരിച്ചു. ക്യാമ്പയിൻ കാലത്ത് 13 വാരാന്ത്യ പരിപാടികൾ നടത്തുകയും 5280-ലധികം തൊഴിലാളികളിലേക്ക് സന്ദേശമെത്തിക്കുകയും ചെയ്തു. കേരള ഇസ്ലാമിക നവോത്ഥാനത്തിന് വിലപ്പെട്ട സംഭാവന നൽകിയ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കുവൈറ്റ് നവോത്ഥാന സമ്മേളനം സംഘടിപ്പിച്ചു. ISM സംസ്ഥാന ഉപാധ്യക്ഷൻ റിഹാസ് പുലാമന്തോൾ മുഖ്യപ്രഭാഷണം നടത്തി. സമ്മേളനം ഷെയ്ഖ് അഹമ്മദ് മുഹമ്മദ് സയ്യിദ് അൽ ഫാരിസ് ഉദ്ഘാടനം ചെയ്തു. മിഡിൽ ഈസ്റ്റ് തല പ്രകാശനം ഹംസ പയ്യന്നൂരിന് നൽകി നിർവഹിച്ചു. യൂനസ് സലീം അധ്യക്ഷത വഹിച്ചു. ഔക്കാഫ് പ്രതിനിധി മുഹമ്മദ് അലി, മുസ്തഫ കാരി, ഷഫാസ് അഹമ്മദ് ഉൾപ്പെടെ പ്രമുഖർ സംസാരിച്ചു. ജിദ്ദയിൽ ഇ അഹമ്മദ് മെമ്മോറിയൽ സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് വെള്ളിയാഴ്ച തുടക്കമാകും. 8 പ്രമുഖ ടീമുകളും 7 ജില്ലാ കമ്മിറ്റികളും ഏറ്റുമുട്ടുന്നതായിരിക്കും മത്സരങ്ങൾ. ട്രോഫികൾക്ക് പുറമെ 35,000 റിയാൽ ക്യാഷ് പ്രൈസും വിജയികൾക്ക് സമ്മാനിക്കും. 4 ആഴ്ച നീളുന്ന സെവൻസ് ഫുട്ബോൾ മേളക്കാണ് വെള്ളിയാഴ്ച തുടക്കമാവുക. ദീർഘകാലം വിദേശ സഹമന്ത്രിയും അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പ്രസിഡന്റുമായിരുന്ന ഇ അഹമ്മദിന്റെ പേരിലാണ് ടൂർണമെന്റ്. ജിദ്ദയിലെ 8 ടീമുകളും KMCCയുടെ 7 ജില്ലാ കമ്മിറ്റി ടീമുകളും ടൂർണമെന്റിൽ മാറ്റുരക്കും. അൽ മഹജർ എംബറർ സ്റ്റേഡിയത്തിൽ ജിദ്ദ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രൈസ് മണിയോടുകൂടി 35,000 റിയാലിൻ്റെ പ്രൈസ് മണിയോടുകൂടിയാണ് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് ജിദ്ദയിൽ ആരംഭിക്കാൻ പോകുന്നത്. 5000-ഓളം കാണികളെ ഉൾക്കൊള്ളാവുന്ന മഹജർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. വെള്ളിയാഴ്ച വൈകുന്നേരം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക ആഘോഷ പരിപാടികളും അരങ്ങേറും. നാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ അതിഥികളായെത്തും. KMCC ജിദ്ദ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VP മുസ്തഫ, AK മുഹമ്മദ് ബാവ, ഇസ്മായിൽ മുണ്ടക്കുളം, ലത്തീഫ് മുസ്ലിയാരങ്ങാടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. മീഡിയ 1 ജിദ്ദ. നവോദയ സാംസ്കാരിക വേദി സൗദി കിഴക്കൻ പ്രവിശ്യ കമ്മിറ്റി സിൽവർ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുന്നു. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് വ്യാഴാഴ്ച ദമാമിൽ തുടക്കം കുറിക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക കലാരംഗത്ത് നിന്നുള്ള വ്യക്തിത്വങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമാകും. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസി കൂട്ടായ്മയായ നവോദയ സാംസ്കാരിക വേദി 25ാം വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നു. 1 വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ നിരവധി ആഘോഷ പരിപാടികൾക്ക് വ്യാഴാഴ്ച ദമാമിൽ തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം സെപ്റ്റംബർ 18-ന് വ്യാഴാഴ്ച നടക്കും. സെപ്റ്റംബർ 25-ന് പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനവും കലാപരിപാടികളും അരങ്ങേറും. സെപ്റ്റംബർ 27-ന് ശനിയാഴ്ച പ്രവാസി സംഗമവും കുടുംബവേദി പ്രവർത്തകർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും നടക്കും. ചടങ്ങിൽ മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ മുഖ്യ അതിഥിയാകും. ഒപ്പം സാമൂഹിക സാംസ്കാരിക രംഗത്തു നിന്നുള്ള വ്യക്തിത്വങ്ങളും സംബന്ധിക്കും. 2026 ആഗസ്റ്റ് വരെ നീളുന്ന ആഘോഷ പരിപാടികളിൽ ദമ്മാം, ജുബൈൽ, അൽക്കോബാർ, അൽഹസ റീജിയണൽ കമ്മിറ്റിയുടെയും
കുടുംബവേദിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത പരിപാടികളും സെമിനാറുകളും മത്സരങ്ങളും നടക്കും. ഭാരവാഹികളായ പവനൻ മൂലക്കീൽ, രഞ്ജിത്ത് വടകര, ഷമീം നാണത്ത്, നൌഫൽ വെളിയങ്കോട്, വിദ്യാധരൻ കോയാടൻ, അനു രാജേഷ്, സുരയ്യ ഹമീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദമ്മാം. പത്തനംതിട്ട ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു. ലാലു ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗീതാ കൃഷ്ണൻ, രാജൻ തോട്ടത്തിൽ, ബെന്നി ജോർജ് എന്നിവർ സംസാരിച്ചു. വിവിധ കലാസാംസ്കാരിക പരിപാടികൾക്ക് തോമസ് ജോൺ അടൂർ, ജിക്കു ജോമി തുടങ്ങിയവർ നേതൃത്വം നൽകി. എയർപോർട്ട് എന്ന ബഹുമതി ഇനി UAE-യിലെ ഫുജൈറ എയർപോർട്ടിന്. ഇന്ന് നടത്തിയ പരീക്ഷണത്തിൽ എയർപോർട്ടിൽ നിന്നുള്ള കാർഗോ വിജയകരമായി കടലിലെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു. എയർ ട്രാഫിക് കൺട്രോളിന്റെ മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷണം. ദുബായ് KMCC കോഴിക്കോട് ജില്ലാ ഹെൽത്ത് ക്ലബ്ബ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നാസർ മുല്ലക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മൊയ്തു അരൂർ അധ്യക്ഷത വഹിച്ചു. തെക്കയിൽ മുഹമ്മദ്, ജലീൽ മഷൂർ തങ്ങൾ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഉപഹാരങ്ങൾ നജീബ് തച്ചംപോയിൽ, ഇസ്മായിൽ ചെരുപ്പേരി, AP മൊയ്തീൻ കോയ ഹാജി തുടങ്ങിയവർ വിതരണം ചെയ്തു. പ്രമുഖ ആതുര സേവന കേന്ദ്രമായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ കുവൈറ്റിലെ 8ാമത് ബ്രാഞ്ച് സാൽമിയയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. സാൽമിയ ബ്ലോക്ക് 3-ൽ വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് സെന്റർ ഉദ്ഘാടനം ചെയ്യും. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ 8ാമത് ബ്രാഞ്ച് MMC മെഡിക്കൽ സെന്റർ സാൽമിയയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. സെപ്റ്റംബർ 19-ന് വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ വിവിധ രാജ്യങ്ങളുടെ സ്ഥാനപതിമാർ, എംബസി ഉദ്യോഗസ്ഥർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും. മെട്രോയുടെ 10ാമത് ഫാർമസിയും ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ ബ്രാഞ്ചിൽ ഇന്റേണൽ മെഡിസിൻ, ഡെന്റൽ, ഡെർമറ്റോളജി, ലാബ്, ജനറൽ മെഡിസിൻ, എക്സ്റേ, അൾട്രാസൗണ്ട് തുടങ്ങിയ നിരവധി വകുപ്പുകളുടെ സേവനങ്ങളുണ്ടാകും. വളരെയധികം സന്തോഷമുണ്ട്. സെപ്റ്റംബർ 19 5 മണിക്ക് പുതിയൊരു സെന്റർ, 8ാമത്തെ സെന്റർ സാൽമിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇത് സാൽമിയിൽ തന്നെ 3ാമത്തതാണ്. ഇത്രയും ഒരുപാട് പബ്ലിക്കുള്ള ഏരിയകളാണ് ഈ സാൽമിയ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ മെട്രോന്റെ സർവീസ് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ നമ്മളെ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു ബ്രാഞ്ച് നമ്മളിവിടെ ആരംഭിക്കുവാൻ വേണ്ടി പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഓഫറുകളും അതുപോലെ തന്നെ പുതിയ പുതിയ പാക്കേജുകളും പുതിയ പുതിയ സ്പെഷ്യാലിറ്റികളും ഉൾക്കൊള്ളുന്നതായിരിക്കും ഈ ബ്രാഞ്ച്. മെഹബുള്ള, റിഗ, ജഹറ എന്നിവിടങ്ങളിലേക്കും മെട്രോയുടെ ആരോഗ്യ സേവനങ്ങൾ ഉടൻ വ്യാപിപ്പിക്കുമെന്ന് മെട്രോ മാനേജ്മെന്റ് അറിയിച്ചു. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാനും CEO-മായ മുസ്തഫ ഹംസ, പാർട്ണർമാരായ ഡോക്ടർ ബിജി ബഷീർ, ഡോക്ടർ അഹമ്മദ് അൽ ആസ്മി, MMC മെഡിക്കൽ സെന്റർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഹിന്ദൽ ഹമദ്, ഫഹദ് അൽ മുത്തൈരി, മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ജനറൽ മാനേജർ മുഹമ്മദ് ഷോക്കി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. UAE-യിലെ ചാവക്കാട് സ്വദേശികളുടെ കൂട്ടായ്മ പ്രജല ചാവക്കാട് ഷാർജ എക്സ്പോ സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. 1000-ഓളം പേർക്ക് സദ്യയൊരുക്കി. ആഘോഷം ചെയർമാൻ KV സുശീലൻ ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ മീഡിയ താരം അജ്മൽ ഖാൻ മുഖ്യാതിഥിയായിരുന്നു. അംഗങ്ങളിൽ മികവ് തെളിയിച്ച സംരംഭകരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും മത്സരങ്ങളും അരങ്ങേറി. ഖത്തറിൽ IBPC സംഘടിപ്പിച്ചു വരുന്ന മൺഡേ ബൈറ്റ്സ് പരമ്പരയുടെ 25ാമത് എഡിഷൻ പൂർത്തിയാക്കി. 1300-ലേറെ പേരാണ് വിവിധ സെഷനുകളുടെ ഭാഗമായത്. AI, സാങ്കേതിക വിദ്യ, വിപണി തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ചയായി. പ്രൊഫഷണലുകൾക്ക് പുതിയ പാഠങ്ങൾ പകർന്നു നൽകാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമായി പരമ്പര മാറിക്കഴിഞ്ഞെന്ന് പ്രസിഡന്റ് താഹ മുഹമ്മദ് അബ്ദുൽ കരീം പറഞ്ഞു. സലാല സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവക ഓണാഘോഷം സംഘടിപ്പിച്ചു. പരിപാടി റവറൻ ഫാദർ P.O. മത്തായി ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാകായിക മത്സരങ്ങളും കലാപരിപാടികളും നടന്നു. ഓണസദ്യയ്ക്കും ആഘോഷങ്ങൾക്കും ട്രസ്റ്റി സുനിൽ ബേബി, ജോസഫ് വർഗീസ്, ഷിബു സാമുവൽ എന്നിവർ നേതൃത്വം നൽകി. പ്രവാസി വെൽഫെയർ സൗദി അൽകൂബ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഒരുമിച്ചോണം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷബീർ ചാത്തമംഗലം ഓണ സന്ദേശം നൽകി. റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഖലീലുർ റഹ്മാൻ, അന്നടക്ക പ്രൊവിൻസ് പ്രസിഡന്റ് അബ്ദുറഹീം തിരൂർക്കാട്, ഷക്കീർ ബിലാവിനകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ബഹ്റൈൻ മാർത്തുമ സുവിശേഷ സേവിക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സേവിക സംഘം പ്രസിഡന്റ് റവറൻ ബിജു ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് റവറൻ സാമുവൽ വർഗീസ് പ്രാരംഭ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. സുജ ആശിഷ്, പ്രദീപ് മാത്യൂസ്, ഷീബ ഷാജി, ഡെയ്സി റോയ്, ഷീബ ഷാജി എന്നിവർ സംസാരിച്ചു. ബഹ്റൈനിൽ പ്രവാസി സംഘടനയായ MM ടീം മലയാളി മനസ്സിന്റെ ആഭിമുഖ്യത്തിൽ
ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓണസദ്യയും വിവിധ കലാപരിപാടികളും നടന്നു. കേരളത്തിന്റെ തനതായ ഓണക്കളികളും സംഘടിപ്പിച്ചു. ടീം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേതൃത്വം നൽകി.